സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇന്ന് രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് നോക്കുന്നത്. അതായത് രോഹിണി നക്ഷത്രത്തിന് ഈ 2025 എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം ഈ മാർച്ച് മാസത്തിൽ ഇപ്പം പല ഗ്രഹങ്ങളും മാറുന്നുണ്ട്. ഇപ്പോൾ ശനി മാറുന്നു, പിന്നെ അതേമാതിരി വ്യാഴം മാറുന്നു, ശുക്രന്, അങ്ങനെ പല ഗ്രഹങ്ങളും മാറുന്നു. ഏതാണ്ട് 57 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 6 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു സമയമാണിത്. അപ്പം മീനൻ രാശിയിലോട്ട് മാറുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ രോഹിണിയുടെ. അപ്പം രോഹിണിക്ക് ഒരുപാട് മഹാഭാഗ്യവും സൗഭാഗ്യവും സമ്പന്ന യോഗം, ഒരുപാട് പൈസ കിട്ടാനും അങ്ങനെ ഇങ്ങനെ പല യോഗങ്ങളുണ്ട്. അപ്പം വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. പൊതുവെ ഇത്രയും നാളും ഇവർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടിരുന്ന ആ ഒരു സംഭവങ്ങളിൽ ശനിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ശനി അടുത്ത മാസം 28-ാം തീയതി മാറുകയാണ്. അപ്പൊ മാറുക അത് തന്നെയല്ല, ബാക്കി കുറച്ച് ഗ്രഹങ്ങളുടെ 6 ഗ്രഹങ്ങൾ, ഏകദേശം 57 വർഷം കൂടി വരുന്നതായിട്ടുള്ള ഒരു രാശിമാറ്റം. അപ്പം 6 ഗ്രഹങ്ങളാണ്, പ്രത്യേകിച്ച് വർഷഗ്രഹങ്ങളായിട്ടുള്ള 3-4-5 ഗ്രഹങ്ങളും 3-4 ഗ്രഹങ്ങളും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രഹങ്ങളും എല്ലാം ഒരു രാശിയിൽ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ എല്ലാം ഇപ്പൊ കാരണം ഈ ഓരോ പാദത്തിൽ നമ്മളിപ്പോ ജനറൽ ആയിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ ഓരോ പാദം അനുസരിച്ച് വ്യത്യാസം വരും. അതായത് ഒരു നാളിനകത്ത് 4 പാദങ്ങളുണ്ട്. അശ്വതി വല്ലൊരു രോഹിണി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാദം 1, 2, 3, 4 പാദം. അപ്പൊ ഈ 4 പാദത്തിനനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും. കാരണം അതിന്റെ സബ്ബായിട്ടുള്ള അടുത്ത വേറെ ഭരിക്കുന്ന ഗ്രഹങ്ങളെ അങ്ങനെ ഇങ്ങനെയുള്ള വ്യത്യാസം വന്നിരിക്കും. പക്ഷെ ഒരു 70% ഒക്കെ 60-70%, ഏകദേശം 70%ഓളം കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇതുമായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ഓരോ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്തിലും അനുസരിച്ച് ഓരോ ലഗ്നം ഇങ്ങനെ മാറി വരും. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. അത് കേട്ടിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. എന്നിട്ട് അത് എന്തെങ്കിലും ഉണ്ടെന്നതിൽ നിങ്ങൾ കമന്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ബാക്കി എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് വിടാം. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ നാളുകാർക്ക് ഇത്രയും നാളിലുള്ള അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറി വളരെ ഒരു സൗഭാഗ്യവും നല്ല സമ്പത്തും സമൃദ്ധിയും നല്ല എഡ്യൂക്കേഷനും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ വിശദമായിട്ട് പറയാം. എന്നാലും അതിനെ ഓടിച്ചൊരു പ്രൊഫൈല് മാതിരിയാണ് ഈ ഇത് പറയുന്നത്. അപ്പം ഇവരുടെ പങ്കാളികളുമായിട്ടുള്ള ഒരടുപ്പം, പിന്നെ മേഖലയിലെ ഒരു പുരോഗതി, പ്രത്യേകിച്ച് അതേമാതിരി സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ജോലി ചെയ്യുന്നവർക്ക് ഇവരുടെ മാനേജരെ അല്ലെങ്കിൽ ബോസിന്റെ പ്രശംസ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടിരിക്കും. അതേമാതിരി ഇപ്പൊ സ്ഥലം എന്തെങ്കിലും വിൽക്കാനോ അങ്ങനെയുള്ളതോ അത് കാരണം ചൊവ്വയൊക്കെ ഉള്ളതുകൊണ്ട് അത് പറയാം. ഓരോന്നോരോന്ന് നമുക്ക് പറഞ്ഞു വരാം. പിന്നെ ഈ 7.5 ശനിയും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ മാറി വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടും. പക്ഷെ എന്നാൽ ഇവരുടെ ഇത് മാറിയിട്ട് ഇനി അടുത്ത 2.5 വർഷത്തിലോട്ടുള്ള മാർച്ച് 29-ാം തീയതിയോടുകൂടിയാണ് ഇത് മാറുന്നത്. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.5 വർഷത്തോളം ശനിയുടെ ആയിട്ടുള്ള ഇത്. പക്ഷെ ഇതിനകത്ത് നിൽക്കുന്ന വ്യാഴം വ്യാഴം നിന്ന് കഴിഞ്ഞാൽ പൈസ വലിയ പൈസ, വ്യാഴമെല്ലാം ഇതെല്ലാം മാറി മീനത്തിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ മാതിരി ഈ 57 വർഷമായിട്ടാണ് ഈ ഒരു 6 ഗ്രഹങ്ങള് ഇങ്ങനെ മാറി വരുന്നത്. അതിനകത്ത് ഇപ്പം രാഹു ഉണ്ട്, കേതു ഉണ്ട്. രാഹുവും കേതു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നടക്കുന്നത്. എന്നാലും ഇത് പൊതുവേ എന്ന് പറഞ്ഞാൽ 1.5 വർഷമാണുള്ളത്. അപ്പൊ രാഹു വരുന്നുണ്ട്, ഓപ്പോസിറ്റ് കേതുവാണ്. അപ്പൊ രാഹു വരുന്നുണ്ട്, അതേമാതിരി അത് 1.5 വർഷം. പിന്നെ ശുക്രൻ വരുന്നുണ്ട്. ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ ലക്ഷറിയുടെ അല്ല സമ്പത്തിന്റെ ഗ്രഹമാണ്. അപ്പൊ ഇതെല്ലാം ഇവർക്കിപ്പോ പോസിറ്റീവായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് അപ്പൊ ഇതെല്ലാം മീനരാശിയിലോട്ടാണ് വരുന്നത്. മീനത്തിലെ ഒരു കള്ളിയിലോട്ട് ഒറ്റ ഇതെല്ലാം കൂടെ വരുന്നത്. അപ്പൊ അതിന്റെ നോട്ടവും അതിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടാണ് ഇത് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് കൂടാതെ ബുധനും വരുന്നുണ്ട്. ബുധന് ഒരു മാസമേ പൊതുവെ അതിന്റെ ലൈഫ് സൈക്കിൾ അങ്ങനെയാണ്. എന്നാലും ബുധനും വരുന്നുണ്ട്. ഇതെല്ലാം ഇവര് സപ്പോർട്ടീവായിട്ടുള്ള സംഭവമാണ്. പിന്നെ മീനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടാതെ പിന്നെ ഇനിയും ഇപ്പം മാർച്ച് 14 ആകുമ്പോഴത്തേന് സൂര്യൻ വരുന്നുണ്ട്. സൂര്യൻ സാധാരണ ഒരു കള്ളിയിൽ 1 മാസമാണ് നിൽക്കുന്നത്. ചന്ദ്രനും വരുന്നുണ്ട്. ചന്ദ്രന് 28-ാം തീയതി ആകുമ്പോഴത്തേനും ചന്ദ്രനും വരും. അപ്പം പിന്നെ ഈ രാഹു കേതു യഥാക്രമം ഓപ്പോസിറ്റ് ആയിട്ടാണ് കേതു വരുന്നത്. കാരണം അതങ്ങനെയാണ്, എപ്പോഴും രാഹുവും കേതു ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. കാരണം പല ഗ്രഹങ്ങളുടെ ഇത് രാഹുവിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. പിന്നെ രാഹുവിന്റെ ഓരോ കർമ്മമുണ്ട്. പിന്നെ കേതുവിന് വേറെ, കേതു എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുന്നതാണ്.
അതെന്തെങ്കിലും ഒരു ഗ്രഹത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ഇതുണ്ടെന്ന് വെച്ചാൽ അതിന്റെ നമുക്ക് ഗുണം കിട്ടാത്തതായിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇതാണ്. മറ്റേന്ന് പറഞ്ഞാൽ സ്പീഡ് നമുക്ക് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നല്ലതാണ് സ്പീഡ് കാര്യങ്ങൾ. പിന്നെ ഓവർ സ്പീഡ് അറിയാമല്ലോ. ഇപ്പം ശനിയും കേതുവും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടായി മരിക്കാന്നുള്ളത്. കാരണം ആ സ്പീഡ് അല്ല അതിൻ്റെ കൂടെ ഗുളികനോടെ കയറി വന്നെന്ന് വെച്ചു. കാരണം ശനി എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ കർമ്മം ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൂട്ടത്തിൽ ഓടിച്ചു പോയാൽ. കാരണം ഇത് ഇങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ടെന്ന് ഇപ്പം. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നൊരു പഠിക്കാൻ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട്, വേണമെന്നൊരു ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് വിശദമായിട്ട് ഇനിയും നോക്കാം. അപ്പം സൂര്യന് ഈ നാളുകാരുടെ 10ാം ഭാവവും 11ാം ഭാവത്തിൽ കൂടാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത്. മീനൻ രാശിയിലോട്ടാണ് കയറുന്നത്. അപ്പൊ ഈ പറഞ്ഞ മാതിരി സൂര്യൻ്റെതായിട്ടുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതോ അവരുടെ സപ്പോർട്ടോ പല കാര്യങ്ങളോ അല്ലെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം സൂര്യന്റെ ഇഷ്ടക്ഷേത്രമായിട്ടുള്ള ഈ കർമ്മഭാവത്തിലോട്ട് ആണ്. അപ്പോൾ കർമ്മഭാവം എന്ന് പറയുമ്പം 10ാം ഭാവം. അത് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ പോസിറ്റീവായിട്ടാണ് വരുന്നത്. അതിനാൽ ഈ കർമ്മമേളയിലാണ് ഭയങ്കര ഉയർച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻകം, ചില ആൾക്കാർക്ക് വേറെ 2 രീതിയിലുള്ള ഇൻകം ഉണ്ടെന്ന് വരും. അതിന്റെ എല്ലാം ഇതെല്ലാം ഇൻകമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഇൻകം കിട്ടാൻ പ്രത്യേകിച്ച് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ. അപ്പം പൈസ പ്രത്യേകിച്ച് കുട്ടികളെ, വ്യാഴം എന്ന് പറഞ്ഞാൽ കുട്ടികളെ, ടീച്ചറെ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം വളരെ നല്ല സമയമാണിപ്പം. പിന്നെ അതിൽ ഇപ്പം ഇതിൽ നിന്ന് നല്ല ഉയർച്ച, പിന്നെ നല്ല ഊർജ്ജസ്വലത, കർമ്മവീര്യം, പിന്നെ കാര്യഗൗരവം, കാര്യപ്രാപ്തി, പിന്നെ മേലധികാരമുള്ള പ്രീതി, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ ഒരു സമൃദ്ധി, പിന്നെ സാബല്യം, സന്തോഷം, പിന്നെ കർമ്മഭാവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂര്യൻ നിൽക്കുന്നതുകൊണ്ടുണ്ടാകും. പിന്നെ 11 ഭാവത്തിലാണ് ഇതേമാതിരി സൂര്യൻ സഞ്ചരിക്കുന്ന അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ലാഭവും കാര്യസിദ്ധിയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം പ്രത്യേകിച്ച് വ്യാഴം കൂടെ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു യോഗം മാത്രമല്ല, ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളെ, രോഗമുക്തി, പിന്നെ കുടുംബത്തിന് ക്ഷേമം, ഐശ്വര്യം, ഇങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളാണ് ഈ 2025 എന്ന് പറയുന്നത് നിങ്ങൾക്ക്. മാത്രമല്ല ഇപ്പൊ ഇവരുടെ ഇടവക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനമായ 4ാം ഭാവത്തിൽ കൂടാണ് സൂര്യന് സഞ്ചരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ക്ഷേമം, ബന്ധുമിത്രാദികളുടെ അവരുടെ നല്ലതായിട്ടുള്ള സമീപനം, അല്ലെന്നൊരു സമാധാനം, പിന്നെ ഇവരുടെ ഒരു ഇഷ്ടം, നല്ല എല്ലാം അനുഭവത്തിൽ വരും. ബന്ധുമിത്രാദികൾ ചിലപ്പോൾ കണ്ടുമുട്ടാനും ഒത്തുചേരാനും, പിന്നെ നല്ല സമാധാനമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ലൈഫ്, കാര്യങ്ങളെ അങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. പിന്നെ ഈ കൂറുകാരുടെ രാശാധിപരം എന്നുള്ള ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ സർവ്വവിധമായിട്ടുള്ള ഇതാണ്. ശുക്രന്റെ ആയിട്ടുള്ള ഒരുപാട് കർമ്മം, ഒരുപാട് ലക്ഷറി കർമ്മം, അല്ലെന്നൊരു ശുക്രൻ എന്ന് പറഞ്ഞാൽ പ്രണയം, അല്ലെ ഭാര്യ ഭർത്താവ് നല്ല ഇത് സ്നേഹത്തോടെ ജീവിക്കുക, അല്ലെ ചിലർക്ക് കല്യാണം നടക്കും, അല്ലെന്നൊരു ചിലപ്പോൾ ഒരു ലവ് അഫെയർ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ. അപ്പൊ ശുക്രന് പോസിറ്റീവായിട്ട് ഇരിക്കുക, പിന്നെ സാമ്പത്തികമായിട്ടുള്ള വളരെ അഭിവൃദ്ധി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ രാശിക്കാർക്ക് പൊതുവെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ശുക്രൻ 11ാം ഭാവത്തിൽ കൂടാണ് സഞ്ചരിക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇത് സാമ്പത്തിക അഭിവൃദ്ധി, പിന്നെ ചില ആൾക്കാർ ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള നേട്ടങ്ങൾ, പിന്നെ ലോട്ടറി, ചിട്ടി ഇങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ കിട്ടാനുള്ളതോ അടിക്കാനോ ഒക്കെ ഉള്ള സാധ്യതകളും ഇതിനകത്തുണ്ട്. പിന്നെ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ പല പ്രയോജനങ്ങൾ. മാത്രമല്ല ഈ സമയത്ത് ഇവർക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് മിക്കവാറും ഉള്ള കാര്യങ്ങൾ സാധിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാണെന്ന് വരിൽ ഇവർക്ക് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രണയാഭിലാഷം, കർമ്മകുഷ്ടി, പിന്നെ അംഗീകാരം, പിന്നെ സമൂഹത്തിലൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത്, പിന്നെ വിദ്യാർത്ഥികൾ കാണുന്ന രീതിയിലും ടീച്ചേഴ്സിനും എല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ള സമയം, എക്സാമൊക്കെ എഴുതുന്നവർക്ക് പഠിക്കാനായാലും, പിന്നെ ടീച്ചേഴ്സും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ വ്യാഴകർമ്മയപ്പെട്ട പല ആൾക്കാർക്കും അങ്ങനെയുള്ള നല്ല നല്ല സമയമാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ ബുധനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശത്രുക്കൾ പോലും നിഷ്പ്രഭരാകുക എന്നുള്ള അത്ര നല്ലൊരു സമയമാണ് ഇപ്പം. അപ്പോൾ ഇവർക്കൊരു ഇച്ചിരി ഒരു നെഗറ്റീവായിട്ട് വരാനുള്ളത് ചൊവ്വ നെഗറ്റീവായിട്ട്. കാരണം ഓരോ ഗ്രഹങ്ങളെ ബന്ധിച്ചിരിക്കും. കാരണം ഇവരെ ഭരിക്കുന്ന ഓരോ നാളുകാരുടെ ഓരോ ഗ്രഹങ്ങളിൽ കൂടെ ബാക്കിയുള്ള എന്തെങ്കിലും ഈ ഗ്രഹങ്ങൾ എങ്ങനെ ഇരിക്കുന്നതിനനുസരിച്ചേ ഉള്ളൂ. ചൊവ്വയാണേലും ചൊവ്വ ഇപ്പോൾ
ചെറിയൊരു ചൊവ്വായില്ലെന്ന് പറഞ്ഞാൽ ചൊവ്വ വന്നതുകൊണ്ട് നെഗറ്റീവായാൽ ഇച്ചിരി ദോഷമാകാൻ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം പൊതുവെ നല്ലതാണ്. ചൊവ്വ നിൽക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ധനനഷ്ടം, അല്ലെങ്കിൽ മാനഹാനി, ചെറിയ ആക്സിഡന്റ്, കഷ്ടപ്പാട്, ചെറിയ അങ്ങനെ പ്രശ്നങ്ങൾ, അല്ലെ ബ്ലഡുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ നെഗറ്റീവ് ഉള്ളത് പറയത്തില്ല, പറയാതെല്ലാം വന്നിട്ട് കാര്യങ്ങളങ്ങ് പറയും. നിങ്ങൾ അതും വിചാരിച്ച് എനിക്കെല്ലാം നല്ലതാണെന്നും പറഞ്ഞ് സ്വപ്നം കണ്ടിട്ടിരുന്നിട്ട് കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയും, ഈ ചൊവ്വ നെഗറ്റീവായിട്ടുള്ള ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ കർമ്മമായിട്ടുള്ള, അപ്പം എല്ലാ ആൾക്കാർക്കും അല്ല. അപ്പോൾ അവരുടെ ആയിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് ചെറിയ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ട്. പിന്നെ ചിലരുണ്ട്, വേറൊരു കാര്യമുണ്ട്, ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഇതിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഭൂമി വിൽക്കണമെന്നോ വല്ല അങ്ങനെ വിൽക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ആ ഒരു കർമ്മ ചൊവ്വയുടെ വരുന്ന സമയത്ത് ഭൂമി വിൽക്കാനും എടുക്കാനും ഒക്കെ ഉള്ള അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്നിട്ട് ഇഷ്ടംപോലെ പൈസ കിട്ടും. അപ്പൊ അത് എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നിൽക്കാന്. പിന്നെ ഇപ്പം 8ാം ഭാവത്തിലാണെന്ന് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം. ഇപ്പൊ 8ാം ഭാവത്തിലെന്ന് പറഞ്ഞാൽ പൊതുവെ 8ന്റെ ഭാഗത്തിൽ നിൽക്കുന്ന ഈ ഒരു കർമ്മത്തിന്റെ ആ ഒരു ചില ആൾക്കാരുടെ ലഗ്നവും കാര്യം കയറി 8 നിന്ന് കഴിഞ്ഞിട്ട് ഇത് ചിലപ്പം അവർക്ക് ഫലിക്കണമെന്നില്ല, അവർക്കിത് ശരിയാണോന്നില്ല. അപ്പൊ അതും പ്രത്യേകിച്ച് പറയാം. അപ്പൊ നിങ്ങളുടെ ലഗ്നം കൂടെ നോക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അക്യുറേറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിന്റെ ലഗ്നവും പിന്നെ അതിനകത്ത് ഓരോ പാദവും പറഞ്ഞല്ലോ. ഏറ്റവും എം തിയറി എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് സൂപ്പറായിട്ട് കാര്യങ്ങൾ 100% കറക്റ്റായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ ഒരാളെ സ്റ്റാറുണ്ടെന്ന് അവരുടെ അമ്മയെ അറിയാം, അച്ഛനെ അറിയാം, അവരുടെ ഭാര്യയെ അറിയാം, അവരുടെ അമ്മായിയമ്മയെ അറിയാം, അല്ലെങ്കിൽ ഇവർക്കുണ്ടാകാവുന്ന കർമ്മങ്ങളോ ഗ്രഹങ്ങളോ എന്തൊക്കെയാണ് അവർക്കുള്ളത്, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണ് ഏറ്റവും നമുക്ക് എം തിയറി കൂടെ അറിയാം. അതാണ് എം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനകത്ത് പഠിക്കുകയൊക്കെ വേണമെന്നില്ല, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഇപ്പം ഈ പറഞ്ഞ ശുക്രൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, ശുക്രൻ ഈ സമയത്ത് ഇടവത്തിൽ സർവാവിഷ്ടനായിട്ടുള്ള ഒരു സ്ഥാനമാണ്. അപ്പം ഈ പ്രത്യേകിച്ച് ഇപ്പം ബുധനും ഈ ശുക്രനും കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറെ കൂടെ നല്ലതാണ്. അപ്പം ഇടവക്കൂറുകാരുടെ സർവാവിഷ്ട സ്ഥാനമായിട്ടുള്ള ഈ 11ാം ഭാവത്തിലൂടെ ബുധനും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ബുധന് സഞ്ചരിക്കുന്നതുകൊണ്ട് അതിന്റെ ടൈം ഞാൻ പറയാം 1 മാസമേ ഉള്ളത്. അപ്പോൾ ബുധന്റെ ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ വ്യാഴം ഉണ്ടല്ലോ, വ്യാഴം ഇങ്ങനെയുള്ളതുകൊണ്ട്, വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ അധ്യാപകർക്ക് ഇവർക്കെല്ലാം നല്ലതാണ്. പിന്നെ ഫുഡ്, ബേക്കറി ഐറ്റം, ഫുഡ് ഇങ്ങനെയുള്ള ഇതിന്റെ ഒക്കെ ഒരു റേഡിയേഷൻ വരുത്താൻ നല്ല ഇവർക്ക് നല്ല ആഹാരം കഴിക്കാനും നല്ല ഫുഡ് കുട്ടികൾക്ക് കിട്ടാനും എടുക്കാനും, അപ്പോൾ അതിങ്ങനെയുള്ള ബേക്കറി ഐറ്റങ്ങൾ അങ്ങനെയൊക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പിന്നെ പെൺകുട്ടികൾക്ക്, ഈ പെൺകുട്ടികൾക്ക് ഒരു 12 വയസ്സിന് 24 ഇടയ്ക്കുള്ള പെൺകുട്ടികൾക്ക് ഈ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഓരോ ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ശുക്രൻ നെഗറ്റീവായി വരും. ചിലപ്പോൾ ഞാനപ്പോൾ നമ്മൾ ഇന്നാൾ ഈ ഒരു രോഹിണിയുടെ ചെയ്തപ്പോൾ സ്റ്റാർ ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു 10, 200, 300 കമന്റ് കൂടുതൽ എല്ലാം എൻ്റെ 100%, 90%, 99% ശരിയായിരുന്നു. അപ്പോൾ ഒരു 2 പേര് 3 പേര് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. മീൻസ് എനിക്ക് കഷ്ടപ്പാട് കൊള്ളുകയല്ലെന്നല്ല, എനിക്ക് ഭയങ്കര കഷ്ടപ്പാട് കിട്ടുക. അപ്പോൾ അതെന്നാന്നറിയാം, നമ്മുടെ ഈ എല്ലാ കർമ്മമാണ്. നമ്മളിപ്പോൾ ഈ ആണെങ്കിലും ശുക്രന് നെഗറ്റീവ് ആകാന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ ആരെങ്കിലും ചോദിക്കുക, ഇപ്പൊ കഴിഞ്ഞ ജന്മം ഇല്ലെന്ന് വിചാരിക്കല്ലേ, കർമ്മമുണ്ട്. അപ്പൊ എം തിയറി പ്രകാരം ആ ഒരു രീതി പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പുനർജന്മമല്ല ഇവിടുത്തെ ഡിസ്കഷൻ. എന്നാലും പറയാം, ഇപ്പൊ പെൺകുട്ടികൾ 12-നും 24-നും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഈ ജന്മത്തിൽ ഇപ്പോഴത്തെ നോക്കുന്നത് ചിലപ്പോൾ അവരുടെ ഭാര്യയുടെ കൂടെ പോലും താമസിക്കാനുള്ള യോഗം കാണത്തില്ല. എപ്പോഴും അടി ബഹളവും കൂടെ കാര്യങ്ങളും. അപ്പൊ നമ്മൾ ഈ സൊല്യൂഷൻ തേടി വരുമ്പോഴായിരിക്കും ഇത് കാണുന്നത്. അപ്പൊ അല്ലെങ്കിൽ കുറെ പെൺപിള്ളേരെ ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പീഡിപ്പിക്കുക എടുക്കുക അല്ല പ്രശ്നങ്ങളൊക്കെ ചെയ്തുള്ള ആൾക്കാർക്ക് ഈ ശുക്രന് നെഗറ്റീവായിരിക്കും. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ സമ്പത്തും കാര്യങ്ങളൊന്നും വരികയില്ല, ഐശ്വര്യം വരികയില്ല. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൂടെ നോക്കണം. അപ്പൊ അത് അവരുടെ കറക്റ്റ് ലഗ്നവും കാര്യങ്ങളും ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ എവിടെ ജനിച്ചെന്നുള്ള അത് വെച്ച് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 1-2 പേരെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടാണ് അങ്ങനെ പറഞ്ഞുള്ള ആൾക്കാർക്ക്. ബാക്കി എല്ലാവർക്കും പോസിറ്റീവാണ്. അപ്പൊ അവരുടെ പാസ്റ്റ് ഇതിലുള്ള കർമ്മങ്ങളാണ്. അപ്പൊ ഇതിന് സൊല്യൂഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും കർമ്മങ്ങൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് തിരിച്ചുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് കാര്യം വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൊച്ചു ഇങ്ങനെയുള്ള ഈ പ്രായത്തിലുള്ള ഇതിന്റെ സൊല്യൂഷൻ ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കുക, അവർക്ക് വേണ്ടുന്ന ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ഉണ്ടെന്ന് വരി ഇത് മാറി അവരുടെ ജീവിതം
വളരെ ശോഭനീയമായിരിക്കും. അപ്പോൾ അതിന്റെ സൊല്യൂഷനോടാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയാണ് രോഹിണിയെ പറ്റി. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി ഡൗട്ടോ കാര്യമോ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജനിക്കുമ്പോഴേ ഈ ഗ്രഹങ്ങളെ എല്ലാം ഒരു ആധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാർ, നമ്മളെ ഇപ്പോൾ രോഹിണി സ്റ്റാർ ഇവിടെ നിന്ന് വരില്ല. അപ്പോൾ ഒരിടത്ത് ചന്ദ്രനുണ്ട്, ഒരിടത്ത് സൂര്യനുണ്ട്. അപ്പൊ ഈ ചന്ദ്രൻ നമ്മൾ അമ്മയെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ, സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റേഡിയേഷൻ ഇടയ്ക്ക് നമ്മുടെ ഇത് ലഗ്നം അല്ലെ ഭൂമി എന്ന് പറയും. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ഇങ്ങനെ 3 ഡയമണ്ട് മാതിരി 3 ഷേപ്പില്ല, 3 ആംഗിൾ. അപ്പം സൂര്യന്റെയും ചന്ദ്രന്റെ ഒരു റേഡിയേഷന് നമ്മുടെ ആ തലയുടെ മേളിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലെ ഉള്ള നിൽക്കുന്ന ഈ നക്ഷത്രമുണ്ട്, രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിലോട്ട് റേഡിയേഷൻ വരും. ആ റേഡിയേഷനാണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു കരച്ചിലോ നമുക്ക് ജീവൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആ ഉള്ള ഒരു ടൈമാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കറക്റ്റ് അത് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ജീവൻ വെച്ച് നമ്മുടെ കരച്ചിലെ അല്ല ഫസ്റ്റ് പ്രാണൻ. നമ്മളിത് ഫസ്റ്റ് പ്രാണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കാർബൺ ഡേറ്റിംഗ്. നമ്മൾ ഓരോ ശ്വസിക്കുന്നതും എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എനർജി ഇറ്റ് ഈസ് കൺവേർട്ടബിൾ, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രൈബിൾ ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റബിൾ എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും കണക്കും കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കൽ ഇതൊന്നും ഇല്ല, ചുമ്മാ അതങ്ങ് ഉണ്ടായതാണ്. കാരണം നോക്കുക, നിങ്ങളിപ്പോൾ ചരച്ച് ഒത്തിരി നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഒരുപാട് ആത്മീയമായിട്ടുള്ളത് അങ്ങനെ അല്ല, ഇതിനെല്ലാം ഒരു സംഭവങ്ങളുണ്ട്. ഈ യൂണിവേഴ്സിൽ തന്നെ വേളുരുണ്ടാന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല. മനുഷ്യന്റെ ശരീരങ്ങളും കോശങ്ങളും ഘടനകളും ചെയ്തേക്കുന്നതും സൂക്ഷ്മാണുക്കളെ സൃഷ്ടിച്ചേക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്ന് തന്നെ ഒരു സൃഷ്ടിയുണ്ട്. ആ സൃഷ്ടിയാണ് സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള നമ്മൾ ഈ പ്രകൃതിക്കായിട്ട് വി ആർ ഒബ്ലിക്റ്റഡ് ടു റീപേ ഫോർ ദ സൊസൈറ്റി. നമ്മളെ അറിയാതെ ആരൊക്കെയോ സഹായിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളും നമ്മുടെ കർമ്മയാണ് ഇപ്പൊ മുസ്ലിം സൊസൈറ്റിയിലൊക്കെ ഉണ്ട്, അവർ 10% കിട്ടുന്ന ഇൻകമിന്റെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനൊക്കെ ആയിട്ട് വെക്കും. അപ്പം അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളെ ഏത് കർമ്മമാണ് നെഗറ്റീവ് ഉള്ളത്, അപ്പൊ അതിനെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുൾപ്പെടെയായിട്ടുള്ള ഇങ്ങനെ സംഭവം കിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച. അപ്പം അതിനൊത്തിരി അമ്പലം പള്ളിയിലെ അല്ല പോട്ട് നേർച്ച ചെയ്ത് വരിക അങ്ങനെ ഇതിലല്ല, നിങ്ങളുടെ കർമ്മത്തിൽ കൂടെയാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പം ഇതിനകത്ത് തന്നെ ഏകദേശം കുറച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ വ്യാഴത്തിന്റെ പറഞ്ഞു, ഇങ്ങനെ ശനിയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നൊക്കെ ഏതൊക്കെ കർമ്മ അല്ല ചന്ദ്രന്റെ ആയിട്ടുള്ള കർമ്മത്തിന്റെ ദോഷം വന്നു കഴിഞ്ഞാൽ മാറ്റാനുള്ള ഫുഡ് കൊടുക്കുക ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ട് ഓരോന്നേർക്കും. ഇപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ പോലും ഇപ്പം ഗുളിക നിന്ന് കഴിഞ്ഞാൽ പോലും അതിനും ദോഷപരിഹാരങ്ങളുണ്ട്. അപ്പം എല്ലാത്തിനും കർമ്മങ്ങളും അതിന്റെ പരിഹാരങ്ങളും എന്നാണ്. ഇതാണ് നമ്മളിൽ കൂടെ തന്നെ നമ്മുടെ നെഗറ്റിവിറ്റി നമ്മൾ തന്നെ പോസിറ്റീവ് ആക്കുക. അല്ലാതെ അവിടെ ഒരു ജ്യോതിഷനോണ്ട് പൈസ കൊടുക്കുക ഒന്നും ചെയ്യല്ലേ. അതൊക്കെ ഒരു കാര്യമില്ല. നിങ്ങൾ പൈസ പോയെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് പാവങ്ങൾക്ക് വേണം കൊടുക്കുക. അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പം ഇപ്പൊ ഈ അങ്ങനെയാണ് നമ്മളെ ഇത് അഫക്ട് ചെയ്യുന്നത്. പിന്നെ താൻ ദൈവം ബാധിന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം ബാക്കി നമ്മൾ ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഉയർച്ച വരും. അപ്പം എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.